സ്നേഹം നിറഞ്ഞ ഫേസ്ബുക്ക് സഹോദരങ്ങളെ, നമ്മൾ ഒരു തൊഴിൽ പഠിച്ചിരുന്ന് അതിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ ജീവിതം തന്നെ പറയുകയാണ്. നമ്മൾ ഒരു തൊഴിൽ പഠിച്ച് അതിൽ ഉറച്ചു നിന്നാൽ മാത്രമേ നമുക്ക് വിജയമുണ്ടാവും, ഉന്നതിയിലെത്താൻ പറ്റും എന്നതിനുദാഹരണം. പലരും എന്നോട് ചോദിച്ചു, നിങ്ങളെന്ത് ചെയ്യുകയാണ്, നിങ്ങളെന്താ ജോലി എന്നൊക്കെ. അപ്പോൾ എനിക്കിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ മുമ്പേ എന്തൊക്കെ തൊഴിൽ പഠിച്ചിരുന്നു എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. കാരണം അതാണ് എൻ്റെ മുതൽക്കൂട്ട്. ഞാൻ ആദ്യമായിട്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അയൽവാസിയായ കേരളത്തിലെ ഏറ്റവും ഇലക്ട്രോണിക്സിൽ പ്രഗത്ഭനായ അറിവുള്ള, അതായത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുകളിൽ 3 റൂം നിറച്ചും ഇലക്ട്രോണിക് പുസ്തകങ്ങൾ, അതായത് രണ്ട് ലോറിക്ക് കയറ്റി കൊണ്ടുപോകാനുള്ള ഇലക്ട്രോണിക് പുസ്തകങ്ങൾ അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ അത് വലിശ്ശേരിയിലെ പ്രഗത്ഭനായ ഡോക്ടർ ഒ.കെ. ഗോവിന്ദൻ ഡോക്ടറുടെ മകൻ ശ്രീധർ നൈസുഭവൻ്റെ ഉടമയായ ശ്രീധരേട്ടൻ, എൻ്റെ അയൽവാസി, എൻ്റെ ഗുരു, ഇലക്ട്രോണിക്സിലെ ഗുരു. ഒരുപാട് ആളുകളെ ഗുരുവാണ്. ഒരുപാട് ആളെ പഠിപ്പിച്ച്, ഇലക്ട്രോണിക്സ് പഠിപ്പിച്ച് ഒരുപാട് ആളുകളെ ജീവിതമാർഗം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഒന്നും അവരോട് പ്രതിഫലം വാങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന് ഇതെല്ലാം ഒരു ഹോബിയായിരുന്നു, ഇലക്ട്രോണിക്സ്. അങ്ങനെ ഞാനും അദ്ദേഹത്തിൻ്റെ അടുത്ത് 7ാം ക്ലാസ് തൊട്ട് എന്നോട് നോട്ട് ബുക്ക് വാങ്ങാൻ പറഞ്ഞു. വാങ്ങി അന്ന് തൊട്ട് ഇലക്ട്രോണിക്സ്, റെസിസ്റ്റൻസിൻ്റെ കണക്ക്, കപ്പാസിറ്ററിൻ്റെ കണക്ക് ഒക്കെ പറഞ്ഞു തന്ന്, വരച്ച് തന്ന്, എഴുതി തന്ന്, അങ്ങനെ ഡയഗ്രാംസൊക്കെ വരച്ച് തന്ന് അങ്ങനെ ഇലക്ട്രോണിക്സ് പഠിപ്പിച്ചു. അങ്ങനെ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്വന്തമായി റേഡിയോ അസംബ്ലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ച് ഞാൻ 1990-ൽ ഞാൻ പ്രോസസ് എന്ന ഇലക്ട്രോണിക്സ് സ്ഥാപനം ആദ്യമായി ആരംഭിച്ചു. പിന്നെ ഞാൻ പഠിച്ച തൊഴിലാണ് റബ്ബർ സീൽ മേക്കിംഗ്, പിന്നെ സ്ക്രീൻ പ്രിൻറ്റിങ്, പിന്നെ ബ്ലോക്ക് മേക്കിംഗ്, പിന്നെ കെമിക്കൽ ലാമിനേഷൻ സൂരജ് ലാമിനേഷൻ എന്നൊരു സ്ഥാപനം തുടങ്ങിയിരുന്നു കാലിക്കറ്റ് സിറ്റിയിൽ. പിന്നെ ഫോയിൽ പ്രിൻറ്റിങ്, ഓഫ്സെറ്റ് പ്രിൻറ്റിങ്, ഫോട്ടോഗ്രാഫി, ഗോൾഡ് കവറിങ്. ഫോട്ടോഗ്രാഫി പഠിച്ച് തങ്കം സ്റ്റുഡിയോ എന്നൊരു സ്റ്റുഡിയോ ഞാൻ തമിഴ്നാട്ടിൽ തുടങ്ങിയിരുന്നു. അതൊരു വർഷം നടത്തിയിരുന്നു, പിന്നെ അത് ഒഴിവാക്കി. പിന്നെ ഗോൾഡ് കവറിങ്, പിന്നെ രത്നനിർദ്ദേശം, ജെംസ് കൺസൾട്ടൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ തന്നെ ജെംസിൻ്റെ രത്നത്തിൻ്റെ സ്ഥാപനം തുടങ്ങിയിരുന്നു. രത്ന വിൽപ്പനയും അതിൻ്റെ അപ്രൈസിങ് നോക്കിയിട്ട് പരിശോധന, നിർദ്ദേശം, ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബ്ലാക്ക് മാജിക്ക് എന്ന് പറഞ്ഞാൽ ഒരു കറുപ്പിൻ്റെ കലയാണ്, അതായത് അസത്യത്തിൻ്റെ കല. എല്ലാം ടെക്നിക്കാണ് മാജിക്ക്. മനസ്സിൻ്റെ പവറും ഉപയോഗിക്കുക, ടെക്നിക്കും, അതാണ് മാജിക്ക്. ഈ മാജിക്ക് പഠിച്ച് ഞാൻ 91 തൊട്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മാജിക്ക് അവതരിപ്പിച്ചത് ഞാൻ പഠിച്ച സ്കൂൾ LP സ്കൂളിലാണ്. അന്ന് ഞാൻ പഠിച്ച LP സ്കൂളിൽ അന്നത്തെ ടീച്ചർ, അന്ന് ബാലുശ്ശേരി LP സ്കൂളിലെ അന്നത്തെ ടീച്ചർ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു ഞാൻ മാജിക്ക് നടത്താൻ വേണ്ടി പോയ സമയത്ത്. അപ്പോൾ 1991 ഞാൻ അവിടെ ആദ്യമായിട്ട് ഞാൻ 1ാം ക്ലാസ് തൊട്ട് പഠിച്ച ആ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ഇരുന്ന ആ സ്ഥലത്തെ ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ മാജിക്ക് ആദ്യമായി അവതരിപ്പിച്ചു. അങ്ങനെ അവിടെ നിന്നാണ് എൻ്റെ തുടക്കം. ടീച്ചർ എന്നെ വളരെ പ്രശംസിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവിടെ തുടക്കമായിട്ട് ഒരുപാട് മാൻട്രാക്ക് മാജിക്കൽ എൻ്റർടൈനേഴ്സ് എന്ന പേരിൽ ഞാൻ ഒരുപാട് സ്കൂളുകൾ, ഹൈസ്കൂളുകൾ, കോളേജുകൾ, ക്ലബ്ബുകൾ, പിന്നെ കാർണിവൽ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മാജിക് ഷോ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ, തമിഴ്നാട്ടിൽ, മലപ്പുറം, കോഴിക്കോട് എന്നിവിടങ്ങളിലൊക്കെ മാജിക് ഷോ പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ബ്രാൻഡ് നെയിം മാൻട്രാക്ക് മാജിക്കൽ എൻ്റർടൈനേഴ്സാണ്. മാൻട്രാക്ക് ആർ മുരളീധരൻ എന്നാണ് ഞാൻ ആ മാജിക്കിൻ്റെ ഫീൽഡിൽ അറിയപ്പെടുന്നത്. മാജിക് എന്ന് പറഞ്ഞാൽ കറുപ്പിൻ്റെ കലയാണ്. എന്നാൽ അതേ സ്ഥാനം ഞാൻ സത്യത്തിൻ്റെ, വെളുപ്പിൻ്റെ കലയും പഠിച്ചു. മാന്ത്രികം, അത് ഞാൻ ചെറുപ്പം തൊട്ടേ സൈഡായിട്ട് പഠിക്കാറുണ്ടായിരുന്നു. മാന്ത്രിക പുസ്തകങ്ങളൊക്കെ വാങ്ങി പഠിക്കും. ഇതൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്ത് പഠിക്കാൻ എനിക്കെല്ലാം പഠിക്കണം എന്നുള്ളൊരു താല്പര്യമായിരുന്നു ചെറുപ്പകാലം തൊട്ടേ. അങ്ങനെ മാന്ത്രികം പഠിച്ചു. പിന്നെ അങ്ങനെ ജ്യോതിഷം പഠിച്ചു. അങ്ങനെ ജ്യോതിഷം പഠിച്ചു എന്ന് പറഞ്ഞാൽ ജ്യോതിഷം കടൽ പോലെ ഒരു അല്പം കാര്യങ്ങളൊക്കെ പഠിച്ചു, അത്രേ പറയാൻ പറ്റും, മറ്റേ വലിയ ജ്യോതിഷം ഒന്നല്ല. പിന്നെ അങ്ങനെ ജാതക പരിശോധന, സ്വന്തമായിട്ട് ജാതകമൊക്കെ എഴുതാൻ അറിയാം, ജാതകം എഴുതി കൊടുത്തിട്ടുണ്ട് ഒരുപാട്. ജാതകം പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മഷിനോട്ടം, അത് മഷിനോട്ടം എന്ന് പറഞ്ഞാൽ മഷിനോട്ടക്കാർ ഒരുപാടുണ്ടാവും. പക്ഷേ ഞാൻ 100% കൃത്യമായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ ഞാൻ പഠിച്ച് കണക്ക് നോക്കി കറക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ ഞാൻ മഷിനോട്ട് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ അതിൽ പറയുന്നതൊക്കെ തെറ്റായിപ്പോവും.
അങ്ങനെ ചില സൂത്രവാക്യങ്ങളൊക്കെ ഉണ്ട്. ആ സൂത്രവാക്യങ്ങൾ വെച്ച് മാത്രം മഷിനോട്ട് നടത്തിയാൽ സത്യം, അല്ലെങ്കിലൊക്കെ കളവാന്ന് കാണിച്ചു തരിക. അതുകൊണ്ട് അങ്ങനെ മഷിനോട്ട് നടത്തി ഒരുപാട്, ഞാൻ എത്രയോ നാട് വിട്ട് പോയ കാണാണ്ട് പോയ ആൾക്കാർ, നാട് വിട്ട് കാണാണ്ട് പോയ ആൾക്കാർ അങ്ങനെ പല കാര്യങ്ങളും, ഒരുപാട് കാര്യങ്ങൾ നോക്കി കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ പല ആളുകളും നിധി നോക്കാനാണ് ഈ കാര്യത്തിന് വരാറ്, നിധി കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ ആ കാര്യം മാത്രം ഞാൻ പോയില്ല, കാരണം നിധികൾ 2 തരമുണ്ട്. പല സ്ഥലത്തും പോകേണ്ടി വന്നിട്ടുണ്ട് ഓരോ നിർബന്ധം കാരണം. പിന്നെ നിധികൾ പല സ്ഥലത്തും പോയിട്ട് കുറ്റി അടിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, നിധി അവിടെ ഉണ്ട്. പക്ഷേ ഈ നിധികൾ എന്ന് പറഞ്ഞാൽ 2 തരമുണ്ട്, ആത്മീയവും ഭൗതികമുണ്ട്. ഈ മഷിനോട്ടത്തിൽ ആത്മീയ കാര്യവും ഭൗതിക കാര്യവും ഒരുപോലെയാണ് കാണുക. അപ്പോൾ ഏത് ആത്മീയവും ഏത് ഭൗതികവും എന്ന് പറയാൻ പറ്റില്ല. ആത്മാക്കളെയും കാണാം, അതേ സ്ഥാനം ഭൗതികമായിട്ടുള്ള ആളെയും കാണാം. നമ്മളിപ്പോൾ ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരാളെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കാണാം, അതേ സ്ഥാനം മരിച്ചു പോയ ആളെ നോക്കിയാൽ അതും കാണാം, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം നോക്കിയാൽ അതും കാണാം. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും കളവ് നോക്കിയിട്ടുണ്ട്, നടന്നു കഴിഞ്ഞ കളവ് നോക്കിയാൽ അതിൽ കാണാൻ പറ്റും. ഭൂതകാലത്തിൽ ഏതോ വർഷം നടന്ന കളവ് നോക്കിയാൽ കാണാം. അതേ സ്ഥാനം ഇപ്പോൾ പ്രസൻ്റായിട്ട് നടക്കുന്ന കാര്യം നോക്കിയിട്ടുണ്ട്, അതും കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അതിൽ പല തെറ്റുകളും വരുന്നതുകൊണ്ട് അതിനെ ഞാൻ തിരിച്ചും മറിച്ചും പഠിച്ചിട്ട് ഒരുപാട് മഷിനോട്ട കാര്യത്തിൽ ഗവേഷണം നടത്തിയിട്ട് ഞാൻ 100% സക്സസ് ആയി. അതിൽ ഞാൻ 100% കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചെകന്നൂർ മൗലവിൻ്റെ കേസിൻ്റെ കാര്യത്തിന് വരെ എൻ്റെ അടുത്ത് അന്വേഷിക്കാൻ രഹസ്യമായ ആൾക്കാർ വന്നിരുന്നു, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ട ആളായിട്ട് രഹസ്യമായിട്ട്. അത് അവരയച്ചതാണ്. അപ്പോൾ അതുവരെ ഞാൻ അന്ന് നോക്കി അവരോട് പറഞ്ഞ് സാധിക്കില്ല, ഈ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി. അങ്ങനെ അതുപോലെ പലതും അഭയ കേസിൻ്റെ വരെ എൻ്റെ അടുത്ത് വന്നിരുന്നു. അതും ഞാൻ അവരോട് പറഞ്ഞ് ഇത് എന്തായാലും പിടിക്കപ്പെടും ആളുകൾ, സത്യമാണെന്ന് പറഞ്ഞു. അതിപ്പോൾ ഇന്ന് യാഥാർത്ഥ്യമാവുകയും ചെയ്ത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ എൻ്റെ അടുത്ത് രഹസ്യമായിട്ട്, ഇതൊക്കെ എല്ലാത്തിലും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വളരെ വിശ്വാസമുള്ള ആളുകളാണ്. അങ്ങനെ ഒരുപാട് പല കൊലക്കേസുകളൊക്കെ ഞാൻ തന്നെ എൻ്റെ അടുത്ത് തന്നെ ഉദ്യോഗസ്ഥന്മാരൊന്ന് ഞാൻ നോക്കി കൊടുത്തിട്ടുണ്ട് രഹസ്യമായിട്ട്. അത് അവർ രഹസ്യമായിട്ട് വരും, കാരണം അവരെല്ലാ ഫീൽഡും, ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ സമൂഹത്തിലെ എല്ലാ മേഖലയിലും ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കേസ് അന്വേഷിക്കുകയും ഒരു കാര്യങ്ങൾ എല്ലാം പഠിക്കുകയും അതിൻ്റെ വിലയിരുത്തുകയും ചെയ്യുക. സിനിമകൾ വരെ കാണും, ഓരോ സീസണിൽ ഇറങ്ങുന്ന സിനിമകൾ വരെ ഉദ്യോഗസ്ഥന്മാർ കാണും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ സമൂഹത്തിൻ്റെ മെൻറ്റാലിറ്റി മനസ്സിലാക്കണം, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ പല മേഖലകളിലായിട്ട് ഞാൻ ജ്യോതിഷക്കാര്യം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് അത് ഉറുക്ക് കെട്ടി കൊടുക്കുക, ജ്യോതിഷം പൂജ ചെയ്ത് കൊടുക്കുക, ആവാഹനം വരെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആത്മാക്കളെ ആവാഹനം, അതായത് മരിച്ചുപോയിട്ടുള്ള പണ്ടുള്ള ആത്മാക്കൾ വരെ ആവാഹിച്ച് മുമ്പ് നിർവ്വരണപ്പെട്ടിട്ട് അതിൻ്റെ ദോഷമുള്ള വീട്ടിൽ പോയിട്ട് ആ ദുർമരണപ്പെട്ടു പോയ പണ്ടത്തെ ആത്മാവിനെയും ഇപ്പോൾ മരണപ്പെട്ട ഒരു ആത്മാവിനെയും വരെ ആവാഹിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ ചെയ്തിരുന്നു. ഈ മാന്ത്രികത്തിൻ്റെ പേര് ശിവസേവ എന്നായിരുന്നു. ഓം ശിവസേവ ആത്മീയ കേന്ദ്രം. അത്